എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് സ്വകാര്യ ബസ്സുകൾ സമരത്തിലാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാ യാത്രക്കാർക്കും ഉണ്ട്. നാളെ KSRTCയും സ്വകാര്യ ബസ്സും ഒന്നിച്ച് പണിമുടക്കുന്ന ദിനമാണ്. അതുകൊണ്ട് നാളെ മൊത്തത്തിൽ സ്തംഭനമായിരിക്കും. KSRTCയും പ്രൈവറ്റ് ബസ്സും എല്ലാം KSRTCയും പ്രൈവറ്റ് ബസ്സും എല്ലാം പറയുന്നത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ പണിമുടക്ക്. ഒരു ദിവസം ഈ മോട്ടോർ നിയമത്തിൻ്റെ ഭേദഗതിയെ പറ്റി മറ്റുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഈ പറയുന്നത്. നാളെ ഒരു ദിവസത്തേക്ക് ഫുള്ള് എല്ലാം. നാളെ ഒരു ദിവസത്തേക്ക് ഫുള്ള് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ എല്ലാ യൂണിയനും എല്ലാ സംയുക്ത യൂണിയനാണ്. ബസ് അപ്പുറത്തുണ്ടോയെന്ന് അറിയത്തില്ല. ഇന്ന് KSRTC ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ് ഇല്ല. എവിടെ വീട്? തലൂര്. ഇപ്പം KSRTC സ്റ്റാൻഡിലോട്ട് പോകില്ലേ? അപ്പുറത്ത് നോക്കട്ടെ. ബസ്സില്ലാത്ത ബുദ്ധിമുട്ടിൽ ഇരിക്കുകയാണ്. എപ്പോഴും പറഞ്ഞിക്കാളിയ ബസ്സുണ്ട്, എപ്പോഴും ഉണ്ട് ബസ്. KSRTC സ്റ്റാൻഡിൽ പോകണം. നാളെ KSRTCയും പണിമുടക്കാണ്. എന്ത് ജോലി ചെയ്യുന്നുണ്ട്? ഞാനൊരു കടയിൽ നിൽക്കുകയാണ്. തിരുവനന്തപുരത്താണ്. സഹോദരിയുടെ മോൻ്റെ വീട്ടിൽ വന്നതാണ്. ഈ പണിമുടക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. യാത്രക്കാരെല്ലാം ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. വേദനയാണ്. ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ വളരെ വേദനയ്ക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിലുള്ള സ്വകാര്യ ബസ് നിങ്ങൾ സമരം നടത്തുമെങ്കിൽ അതിൻ്റേതായുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജനത്തെ ബോധ്യപ്പെടുത്താനായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമൊന്നുമില്ല. കാര്യം ജനം മൊത്തം വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രതിഷേധം നിങ്ങൾക്ക് കഴിയുന്ന മട്ട് നിങ്ങൾ ചെയ്യുന്നു. അപ്പം ഞങ്ങളെന്തായാലും എല്ലാ ദിവസവും ഞങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങളുടെ ഒരു ദിവസം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങളൊപ്പം സഹകരിക്കാനും അത് ഞങ്ങൾ വേദനിച്ചുകൊണ്ട് അതിൽ പങ്കുചേരാനും ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സന്തോഷം. ഞാൻ മലപ്പുറം സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ബസ് സമരം ബുദ്ധിമുട്ടാവില്ല. ബസ് സമരം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടിനാണ് കൂടുതൽ ഒക്കെ. അതുകൊണ്ട് ട്രാൻസ്പോർട്ടിനെ അപേക്ഷിച്ച് യാത്ര വർക്ക് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബസ് നമുക്ക് കാര്യമായിട്ട് ബാധിക്കണില്ല. KSRTC മൊത്തത്തിൽ സമരത്തിലാണ്. നാളെ പൊതുവെ അവധി തന്നെ.